തുടർ ചലനങ്ങളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പതിവുകൾക്ക് വ്യത്യസ്തമായി ഇന്ന് ഞങ്ങൾ ഒരു കുടുംബ സംഗമമാണ്. തുടർ ചലനങ്ങളിലെ ഞങ്ങളുടെ മാന്യപ്രേക്ഷകരുടെ കുടുംബങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ട്. ആ കുടുംബ സംഗമത്തിന് മധുരമേകാൻ വേണ്ടിയിട്ട് രണ്ട് വിശിഷ്ട വ്യക്തികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. സുവിശേഷ ദൗത്യത്തിന് മലയാളി സംഗീതത്തിൽ ഒരു പ്രത്യേക മാനം നൽകി യുവത്വത്തിൻ്റെ ഇടയിൽ കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ അവതരണ ശൈലിയിൽ വ്യത്യാസം വരുത്തി വിശ്വാസികളുടെ ഇടയിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേക അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ശ്രീ ഡോക്ടർ ബ്ലസൻ മേമന നമ്മളുടെ കൂടെയുണ്ട്. ഡോക്ടർ, സ്വാഗതം ചെയ്യുന്നു തുടർ ചലനങ്ങളിലേക്ക്. താങ്ക് യു. ദൈവിക താലന്തുകൾ ദൈവം ശ്രേഷ്ഠമായി കയ്യൊപ്പോടുകൂടി നൽകിയപ്പോൾ ആ ദൈവിക നിയോഗത്തിന് വേറൊരു മാനം നൽകാതെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ യുവാക്കളുടെ ഐക്കണായിരിക്കുന്ന ഇമ്മാനുവൽ ഹെൻറി നമ്മോടൊപ്പമുണ്ട്. ശ്രീ ഇമ്മാനുവൽ ഹെൻറി, തുടർ ചലനങ്ങളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ അങ്ങയുടെ സംഗീത ആൽബം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അതിലാണ് അങ്ങേ ക്രൈസ്തവ ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആ സംഗീത ആൽബത്തിൽ തുടങ്ങി ഏറ്റവും പുതിയതായ സ്നേഹിതർക്ക് വേണ്ടി എന്നുള്ള ആൽബത്തിലെത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ താങ്കളുടെ സംഗീത സംരംഭം അത് തികച്ചും ആ തുടക്കത്തിൽ അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നല്ലോ. ഈ സ്നേഹിതർക്ക് വേണ്ടി എന്നുള്ള ഈ സംഗീത ആൽബം അവിശ്വാസികളുടെ ഇടയിലും സഭാപരിപാലനത്തിൽ നോക്കുമ്പോൾ സഭാപരിപാലനത്തിലും താങ്കൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന്, താങ്കളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള മലയാള സംഗീത ലോകത്തിൽ, ക്രൈസ്തവ ലോകത്തിൽ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, എങ്ങനെ നോക്കിക്കാണുന്നു? എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഗ്രീറ്റ് ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ വന്ദനം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ട്, കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മാനുഷികമായി ഒരു യോഗ്യതയും എൻ്റെ ജീവിതത്തിലില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ എന്നുള്ള ഇതിന് കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇങ്ങനെ ഒരു കുടുംബ സംഗമമായി എൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി പ്രിയ സഹോദരങ്ങൾ ഒരുക്കിയതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. വളരെ അൺഎക്സ്പെക്റ്റഡ് എന്ന് എൻ്റെ ജീവിതത്തിൽ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് വിചാരിക്കും, പക്ഷേ കർത്താവിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സോങ്സ് തരുന്നത്. ഞാൻ എൻ്റെ കോളേജ് ലൈഫ് തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് എൻ്റെ അവസാന വർഷങ്ങളിൽ കർത്താവ് തന്നൊരു വലിയ പാഷനായിരുന്നു ഈ ഫോർ ദ ലോസ്റ്റ് എന്നുള്ള വർക്ക്. എനിക്ക് ചെറുപ്പം മുതലേ ശുശ്രൂഷയെക്കുറിച്ചൊരു കോളിംഗ് ഉണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം പാസനേജിലാണ്. എൻ്റെ പപ്പ ഒരു ശുശ്രൂഷനായിരുന്നു. ഏകദേശം 48ഓളം വർഷം പപ്പ ശുശ്രൂഷ ചെയ്ത് 2008 പപ്പ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ആ പപ്പയുടെ ഇളയ പുത്രനാണ് ഞാൻ. പക്ഷേ എനിക്ക് കോളേജ് ലൈഫിൽ പപ്പയുടെ മരണ സമയം വരെ ഈ ശുശ്രൂഷയെക്കുറിച്ച് വലിയ ബേർഡൻ എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അതിനുശേഷം കർത്താവ് എനിക്ക് മനസ്സിലാക്കി എന്നെക്കുറിച്ച് കർത്താവിനുള്ളൊരു കോളിംഗ്. ശേഷമുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ ഒരു ഭാരത്തിൽ ഒരു തകർച്ചയിൽ കടന്നു പോകുന്നൊരു സീസൺ ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം ആദ്യമായിട്ട് ഈ സോങ്സ് തരുന്നത്. എൻ്റെ ഭാരം ചുമക്കുന്നവനും എന്നെ നിത്യതയോട് അടുപ്പിക്കുകയും അങ്ങനെയുള്ള സോങ്ങുകൾ കർത്താവ് തന്നു തുടങ്ങുന്നത്. ഫോർ ദ ലോസ്റ്റ് എന്നുള്ളത് വളരെ പേർപ്പസ്ഫുള്ളി ഉള്ളൊരു തീമായിരുന്നു. അഫ്കോഴ്സ് എൻ്റെ അന്നുള്ള ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാം നോൺ ബിലീവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത്, എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തത് നിശ്ചയമായിട്ട് ഈ പാട്ടിലൂടെ അവരോട് കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ആ സോങ്സ് എഴുതാൻ ദൈവം ഇടയാക്കിയത്. അതിൻ്റെ റിലീസായാലും അതിൻ്റെ എല്ലാ സ്റ്റെപ്പിലും ഈ ഫ്രണ്ട്സായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അന്ന് കൂടെ പഠിച്ചിരുന്നവർ. ചില വിഷ്വൽസൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ എൻ്റെ സ്നേഹിതന്മാരാണ് അതിനകത്ത് കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത്. അവരാരും ചർച്ചിൽ അതുവരെയും പോയിട്ടുള്ളവരല്ല. പക്ഷേ അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനുള്ളൊരു മുഖാന്തരമാക്കി
ദൈവം ആ ഫോദർ ലോസ്റ്റിൻ്റെ ആക്കി. പക്ഷെ സോങ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചർച്ചിലേക്ക് സോങ്സ് പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലോസ്റ്റ് പുറത്ത് മാത്രമല്ല ചർച്ചിനകത്തുമുണ്ട്. യങ്സ്റ്റേഴ്സിലായാലും ബിലീവേഴ്സിലായാലും നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അവരെ ഈ ദിവസങ്ങളിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. വ്യക്തിപരമായി കർത്താവിനെ കാണുവാനും അറിയുവാനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു. പാഴ്സണേജിൽ കൂടെയുള്ള ജീവിതം, മാറി മാറിയുള്ള പാഴ്സണേജിലുള്ള താമസം, വിദ്യാഭ്യാസത്തിന് തികച്ചും എഫക്റ്റാവുന്ന രീതികൾ, ഈ സമയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ സ്വാധീനിച്ച ഏതെങ്കിലും ഗാനം മനസ്സിൽ വരുന്നുണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? പഴയ പാട്ടുകൾ നിശ്ചയമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മ്യൂസിക് ട്രെയിനിങ് എന്ന് പറയുന്നത് എൻ്റെ പപ്പായും മമ്മിയും രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിരുന്ന് പാടുന്ന പാട്ടുകളാണ് നമ്മൾ കേട്ട് പഠിച്ചത്. അപ്പോൾ നിശ്ചയമായിട്ടും കുടുംബ പ്രാർത്ഥനകളായാലും ഇവിടെയുള്ളവർക്കായാലും പറയാൻ കഴിയും, കഴിഞ്ഞൊരു തലമുറ മുഴുവൻ കേട്ടതും പഠിച്ചതുമെല്ലാം പഴയ ഗാനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രെയിനിങ്ങും. അതെല്ലാം നമ്മൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഒക്കേഷൻസിനെ ഓർത്തുകൊണ്ട് പാടാൻ പറ്റുന്ന കർത്താവ് തന്നൊരു ഗാനം ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കർത്താവ് സോങ്സ് എഴുതാൻ മുഖാന്തരമാക്കിയ ഒരു സമയമുണ്ട്. അന്ന് ഇതുപോലെ ദൈവസന്നിധിയിൽ ഇതുപോലൊരു മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ പോയിരിക്കുന്ന സമയം ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ ആ മീറ്റിങ്ങിന് പോയിരിക്കുന്നത്. കാരണം അത്രമാത്രം മനസ്സൊത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന സമയം. ഞാൻ നിശ്ചയമായിട്ട് ദൈവശബ്ദം ആഗ്രഹിച്ചൊരു സമയമായിരുന്നു. പക്ഷെ കരുണയുള്ള ദൈവം അന്ന് എന്നോട് ഇടപെട്ടു എന്ന് നിശ്ചയമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അന്ന് ദൈവസന്നിധിയിൽ എൻ്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക എന്ന് പറയുന്ന വചനം പോലെ ആ ഭാരം ഇറക്കി വെക്കാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. ഒരു കാര്യം സ്പെസിഫിക്കായിട്ട് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മളെ ലോകം അറിയുന്നത് പേരുകൊണ്ടും നമ്മളുടെ ഒരു പക്ഷേ പ്രൊഫഷൻ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ ആയിരിക്കും ലോകം നിങ്ങളെ അറിയുന്നത്. വീട്ടിലിരിക്കുന്ന കുപ്പായം കൊണ്ടായിരിക്കും നമ്മളെ ലോകം അറിയുന്നത്. പക്ഷെ ഇതെല്ലാം ഭാഗികമായ അറിവാണ്, ഭാഗികമായ ജഡ്ജിങ് ആണ്. പക്ഷെ നമ്മളെ നന്നായി അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ നന്നായി മനസ്സിലാക്കുന്നു, യേശു നമ്മളെ നന്നായി അറിയുന്നു. എനിക്ക് അത് നന്നായിട്ട് ആ തിരിച്ചറിവ് വന്നപ്പം ഭയങ്കരമായിട്ട് ദൈവസന്നിധി പൂർണ്ണമായി ആശ്രയിപ്പാനും അതിനകത്തൊരു വലിയ സമാധാനം അനുഭവിപ്പാനായിട്ട് ഇടയായി. ഒന്നുകൂടെ ജീവിതം ഒന്ന് സമർപ്പിക്കാനും ഒക്കെ ആ മീറ്റിങ്ങിന്. അപ്പം അതിൻ്റെ വർഷിപ്പിൻ്റെ മധ്യത്തിൽ തന്നെ ദൈവസന്നിധിയിൽ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് നിന്നപ്പം കർത്താവിൻ്റെ സന്നിധി ഞാൻ പറഞ്ഞു, കർത്താവ് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും ഇനിയുള്ള സമയത്ത് യേശു മതിയെന്ന് പറയാൻ ഒരു പുനർസമർപ്പണമായിരുന്നു ആ ഗാനം കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നപ്പോൾ സംഭവിച്ചത്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ,
സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ. യേശു മാറുകില്ല, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കഴിയുമെങ്കിൽ ചേർന്ന് യേശു എന്നൊന്ന് ചേർന്ന് യേശു എന്റെ സ്നേഹി, എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി. Thank you. God bless you. ഡോക്ടറിൻ്റെ
പാട്ടുകൾ ഞങ്ങളെ സംഗീതം എന്നത് ആസ്വദിക്കുന്നതിലുപരി ഞങ്ങളെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇമ്മാനുവൽ വളരെ ചെറുപ്പ സമയത്ത് തന്നെ ദൈവം തന്ന താലന്ത് അത് ദൈവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള തീരുമാനം അങ്ങ് അഭിനന്ദിക്കുന്നു. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? ഞങ്ങളെ ഒരു ഗാനത്തിലൂടെ ഞങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാമോ? തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ ഇന്നേ സമയം വരെയും ദൈവം നമ്മളെ നടത്തുന്ന വഴികളൊക്കെയും പലപ്പോഴും വിചിത്രമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ, ഒരു മാനുഷിക കണ്ണുകൊണ്ട് ആലോചിക്കുമ്പോൾ കാര്യങ്ങൾ പലപ്പോഴും വിചിത്രമാണ്. സംഗീതത്തിൽ ഒരു പ്രൊഫഷണൽ ലിങ്കുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ശരിയാണ്, നമ്മളെല്ലാവരും ചർച്ചിൽ പാടുന്ന വ്യക്തികളാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ, ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളരാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിഞ്ഞ ഒരു കൂട്ടായ്മയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതൊരു വലിയ ഭാഗ്യമാണ് ഈ ലോകത്തിൽ. പക്ഷെ ഞാൻ പഠിച്ചത് സംഗീതം സെക്കുലർ വേൾഡിലുള്ള സംഗീതമാണ്. കർണാടക സംഗീതം പഠിച്ചു. അതിനുശേഷം സ്കൂളിൽ പല കലോത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും പിന്നെ അതുപോലെ ഒരു കോമ്പറ്റീഷനായിട്ട് മാത്രമേ ഐഡിയ സ്റ്റാർ സിംഗറിനെയും കണ്ടിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതും പാട്ടുകളിലൂടെയാണ്. പാട്ട് പഠിച്ചിരുന്നു, നമ്മുടെ ചർച്ചിൽ പാടിയിരുന്നു, സ്റ്റാർ സിംഗറിൽ വന്നു, ഫൈനൽ വരെയും ദൈവം കൊണ്ടുവന്നു. പലപ്പോഴും പലരും പറഞ്ഞേക്കാം, ദൈവം അങ്ങനെയുള്ള ഉയർച്ചകളൊന്നും, അതായത് ഒരു സെക്യുലർ വേൾഡിലെ ഉയർച്ചകളൊന്നും ദൈവത്തിങ്കിൽ നിന്ന് അല്ല വരുന്നതെന്ന് പലരും അവകാശപ്പെട്ടേക്കാം. പക്ഷേ ദൈവത്തിന് ഒരാളെ തിരഞ്ഞെടുക്കാനും ഒരാളെ കൊണ്ടുവരാനും അവന് ഇഷ്ടമുള്ള വഴികളെ തിരഞ്ഞെടുക്കാനും അവന് അധികാരമുണ്ട്. ആ ദൈവം എന്നെ കൊണ്ടുവന്നത് ആ വഴികളിലൂടെയാണ്. പക്ഷെ ലാസ്റ്റ് സ്റ്റേജിൽ എനിക്കൊരു വിജയം എൻ്റെ ദൈവം തന്നപ്പോൾ ഒരു ക്രിസ്തീയ മനോഭാവത്തിലുള്ള ഏതൊരു വ്യക്തിയും ദൈവത്തിന് തിരിച്ച് നന്ദി പറയും. പക്ഷെ അതിന് എനിക്ക് അപ്പോൾ തോന്നിയ ഒരു പാട്ട് പാടാനാണ് തോന്നിയത്. സ്റ്റേജിൽ മൈക്ക് കിട്ടി പാടി ഇത്രത്തോളം യഹോവ സഹായിച്ചു. പക്ഷെ അതിനുശേഷം അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അത് എത്ര പേരെ അത് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ശരിക്കും ദൈവം ആ നിമിഷത്തിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്തായിരുന്നു, അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ദൈവത്തിൻ്റെ വേലയിൽ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഒരു സെക്കുലർ രീതിയിൽ ഞാൻ പല സ്റ്റേജുകളിലും പാടുകയുണ്ടായി. ഒരു സെക്കുലർ കുവൈറ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ഒരു സെക്കുലർ പ്രോഗ്രാമിനായിരുന്നു വന്നത്. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ വേറൊരു പാട്ടുമായിട്ടുള്ളൊരു എൻകൗണ്ടർ വരുന്നത്. ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. താൻ വാഴുകയാൽ ആകുലമില്ല എന്ന ഗാനം അത് പഠിച്ചു കഴിഞ്ഞു. അത് പലയിടത്തും പാടുമ്പോഴാണ് പ്രത്യേക ഒരു അനുഭവമാണ്. അതായത് അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം എനിക്കൊരു ഗോസ്പൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വേദിയിൽ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒരു ഫുൾനെസ് ഉണ്ട്. അതൊരിക്കലും ഒരു സെക്കുലർ വേദിയിൽ നിന്ന് എനിക്ക് ലഭിച്ചില്ല. അവിടെ കിടന്ന് കുറേ ഡാൻസും പാട്ടും പാടിയത് കൊണ്ട് ലഭിക്കുന്ന സന്തോഷമല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന when we get down from the stage after a gospel service, what we receive is something above all. നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അതായത് ദൈവം എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ്, ഐ ആം ഫുൾഫില്ലിങ് ഹിസ് ഡിസയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് ഫീലിംഗ് ദാൻ ദി അതർ തിങ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ചിന്ത തോന്നി. എൻ്റെ ജീവിതം, എൻ്റെ ഈ ശബ്ദം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായി. പക്ഷെ അപ്പോഴും അത് ഊർജിതമായിരുന്നില്ല. പക്ഷേ ഈ പാട്ട് വന്നപ്പോൾ, ഇപ്പോൾ ഈ പാട്ട് വരുന്നതിന് മുമ്പേ തന്നെ എന്നെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്ന പലരോടും ഞാൻ എൻ്റെ സജഷൻ ചോദിച്ചു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഒരു ക്രിസ്ത്യൻ സിംഗറായിട്ട് നിലനിൽക്കാനായിട്ടൊരു താല്പര്യം, ദാറ്റ് ഐ ഹാവ് ടു forsake the secular field. അപ്പം അങ്ങനെ താല്പര്യം പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ, നീ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ആദ്യം ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് ദിസ് ഡിസിഷൻ എല്ലാവരും നിന്നെ സ്നേഹിക്കുമായിരിക്കും, നിന്നെ ഒരു ഹീറോ ആയിട്ടൊക്കെ എല്ലാവരും കാണും, ബിക്കോസ് യു ആർ ടേക്കിംഗ് എ സാക്രിഫിഷ്യൽ ഡിസിഷൻ.
അതിനുശേഷം പിന്നെ നിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല, നിനക്ക് അവസരം ഉണ്ടാവില്ല, നിൻ്റെ കഴിവ് നീ തന്നെ കുളമാക്കി കളയുകയാണ്, വേസ്റ്റാക്കി കളയുകയാണ്. ഇഫ് യു റിയലി വോണ്ട് ഓണർ ദ ടാലൻറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു, യൂസ് ഇറ്റ് ഫോർ എവ്രി വൺ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അവർക്കെല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരെല്ലാം വിചാരപ്പെട്ടിരുന്നത് എൻ്റെ നാളെ പറ്റിയാണ്. കാരണം ഒരു കാലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് സ്റ്റേജുകളോ അവസരങ്ങളോ ഇല്ലാതെ വരുമ്പോൾ എൻ്റെ ഭാവി ചെന്ന് വഴിമുട്ടി നിൽക്കരുത് എന്ന് ആഗ്രഹിച്ചാണ് അവരെല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്തത്. പക്ഷേ ഈ പാട്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചു എന്നുള്ളതാണ്. ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. Because he lives, all fears are gone. Because I know he holds my future and life is worth it just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്ന് ഓർത്താൽ ഹാ എത്ര ധന്യമേ എൻ ലോക ജീവിതം എന്ന് പല സ്റ്റേജുകളിലും പാടുമ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് ഇതാണ് ദൈവത്തിങ്കിൽ നിന്ന്. ബിക്കോസ് മൈ ലൈഫ് ഇസ് സെക്യൂർ ഇൻ ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ട് തീരുമാനമെടുത്തു ഇങ്ങനെ ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ പാടുക, ക്രിസ്തുവിനെ പാടുക എന്നുള്ളൊരു മിഷൻ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ എന്തായാലും അങ്ങനെ ബിക്കോസ് ഹി ലിവ്സ് വന്നു. അതിനുശേഷം രണ്ട് വർഷങ്ങൾ ഇങ്ങനെ ഗോസ്പൽ ഫീൽഡിൽ ഇങ്ങനെ ദൈവകൃപയാൽ നിലനിൽക്കാൻ സഹായിച്ചു. അതിനുശേഷം ഞാൻ കുറേ ആർട്ടിസ്റ്റുകളെ കണ്ടുമുട്ടി, എൻ്റെ ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളെ. അപ്പോൾ എനിക്ക് വേറൊരു ചിന്ത ഉണ്ടായി. അതായത് ദൈവം എനിക്ക് സംഗീതത്തിൽ പാടാനായിട്ട് താലന്ത് തന്നു. ആ താലന്ത് ദൈവം ഇപ്പോൾ അവൻ്റെ വേലയിൽ, അവൻ്റെ വയലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനല്ല ഉപയോഗിക്കുന്നത്, ദൈവമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൈവം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു പൊട്ടൻഷ്യലുണ്ട്. ദൈവം നമുക്കെല്ലാവർക്കും വിശ്വസ്തനാണ്. അവൻ ഒരു നാളും അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ തിരിച്ച് ഞാൻ കാണിക്കുന്നതിനൊരു ആത്മാർത്ഥത വേണമല്ലോ. ഞാൻ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാതെ റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഐ എം ഗോയിങ് ടു ഗിവ് ഹിം മൈ ഫുൾ. ദെൻ ഓൺലി ഹീ വിൽ, ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് ഫില്ല് ചെയ്യും. സോ ഐ ഡിസൈഡഡ് ടു join with some artists in the field and create a new band, a Christian music band. And the sole policy was this: to promote Christian music as perfect as possible, to a pursuit of perfection, because the God I worship is a God of excellence. So അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിക്കൽ എക്സലൻസ് ആകട്ടെ, ക്രിസ്തീയ നിലവാരമാകട്ടെ, ചിന്താഗതികളാകട്ടെ, എല്ലാ രീതിയിലും ഒരു പെർഫെക്ഷനിലേക്കുള്ള ഒരു പെർസ്യൂട്ട് എന്ന രീതിയിൽ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ബാൻഡിൻ്റെ പേര് സെലസ് എന്നാണ്. പക്ഷെ ആ ബാൻഡ് തുടങ്ങാനും ഒരു പാട്ടാണ് ദൈവം മുഖാന്തരമാക്കിയത്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. ഈ ഗാനം ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്തു. അത് ഇറക്കിയതിന് ശേഷമാണ് ഈ ബാൻഡിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ ഇൻ ത്രൂ ഔട്ട് ഒരു കൺസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ദൈവം മാറ്റിയതിന്, അല്ല ആ സ്റ്റെപ്പിൽ എന്നെ കൊണ്ടുവരാനായിട്ട് ദൈവം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മൊത്തം പാട്ടുകളിലൂടെയാണ്. ഓരോ പാട്ടുകളാണ് എന്നെ ഓരോ സ്റ്റെപ്പിലേക്ക് ദൈവം നടത്തി. സോ നൗ ഐ വുഡ് ലൈക്ക് ടു സിംഗ് വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൽ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്.
മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ
ആശ്രയം യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ, ഞങ്ങൾ പ്രവാസ ജീവിതത്തിലായിരിക്കുമ്പോൾ അനേകം ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സന്തോഷമാകുന്ന ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമോ? തീർച്ചയായിട്ടും പാടാൻ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അടുത്ത സമയത്ത് കർത്താവ് നൽകിയ പുതിയ ഗാനങ്ങളാണ് ഈ ഫോർ ദ ഫ്രണ്ട്സ് എന്ന ആൽബത്തിലൂടെ. അതൊരു സോങ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. എനിക്കുറപ്പാണ് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയുന്നൊരു ലളിതമായ 2 വാക്കുകളാണ്: ഈ ജീവിതത്തിൽ യേശുവെ പോലെ സ്നേഹിക്കുവാൻ വേറെ ആരുമില്ല. ഒരുപക്ഷെ നമ്മളെ പ്രിയപ്പെട്ടവരടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ദൂരെ ആയിരിക്കുമ്പോഴും നമുക്ക് നിശ്ചയമായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്: ഈ യേശുവെ പോലെ കരുതാൻ വേറെ ആരുമില്ല. അവനെ പോലെ യോഗ്യനായി, ആരാധനയ്ക്ക് യോഗ്യനായി ആരുമില്ലാത്ത ഏറ്റവും എല്ലാ നാമത്തിലും മേലായ നാമമാ യേശു കർത്താവ്. ആ നല്ല കർത്താവിനെ സ്നേഹിക്കാൻ, സേവിപ്പാൻ ലഭിച്ച ഭാഗ്യം ഓർത്ത് ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാനായിട്ടിടയായിത്തീരും. അതിന് ഈ ഗാനം ഒരു മുഖാന്തരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ. മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഏകനെന്നു തോന്നിടുമ്പോ യേശു സ്നേഹിതൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു
പ്രാണപ്രിയൻ, നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. താങ്ക് യു. ബ്ലെസ് യു. വണ്ടർഫുൾ, താങ്ക് യു. ഇമ്മാനുവൽ, സൗഹൃദങ്ങളെക്കാൾ ഉപരി ദൈവത്തിനെ, യേശുവിനെ സ്നേഹിക്കാൻ കാരണം ഗാനങ്ങളിലൂടെ ഞങ്ങളോടൊന്ന് പറയാമോ? യേശുവിനെ സ്നേഹിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് വചനം പഠിക്കുമ്പോഴാണ് യേശുവിനെ ശരിക്കും സ്നേഹിക്കാൻ കഴിയുന്നത്. അത് വെറുതെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ പാട്ട് പാടിയിട്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇന്ന് പലപ്പോഴും എൻ്റെ ജനറേഷന് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. പാടുന്ന ഒത്തിരി പേരുണ്ട്, ഈ സ്തുതിഗീതങ്ങളാൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒത്തിരി യുവജനങ്ങളുണ്ട്. പക്ഷെ അവർക്കൊന്നും വചനാധിഷ്ഠിതമായിട്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ അറിയില്ല. അറിഞ്ഞുകൊണ്ടല്ല അവർ പലരും ചെയ്യുന്നത്. വെറുതെ സ്റ്റേജിൽ ചിലർ വർഷിപ്പ് ലീഡേഴ്സ് ആയിരിക്കാം, പക്ഷെ അവരൊക്കെയും ചെയ്യുന്ന പ്രവൃത്തിയിൽ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഞാൻ ആരെയും ഖണ്ഡിച്ച് പറയുന്നതല്ല, ഞാൻ വലിയ സംഭവമായിട്ടൊന്നും പറയുന്നതല്ല. പക്ഷെ ദൈവം അവനെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഇത് അനുസരിക്കുന്നില്ലാത്തവനും കള്ളനാണെന്ന് വരെ ദൈവം വചനത്തിൽ പറയുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അവനെ ആരാധിക്കും. കാരണം അവൻ ആരാധ്യനാണ്. അത് എന്തുകൊണ്ട് ആരാധ്യനായിരിക്കുന്നു എന്ന് വചനത്തിൽ വളരെ സ്പഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പാടുമ്പോൾ നമ്മൾ പാടുന്ന വരികളിൽ കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങുക, അതെന്താണ് മീൻ ചെയ്യുന്നത്. സംഗീതപരമായിട്ട് അതിനൊരു ഘടകം ഉണ്ടെങ്കിലും സംഗീതം അതിനെ താങ്ങുന്നൊരു സംഭവം ആവുന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് ജസ്റ്റ് സപ്പോർട്ടിങ് ദ ലിറിക്. ഒരിക്കലും ലിറിക്കിന് മേളിൽ കയറരുത് സംഗീതം. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, അവിടെ സംഗീതത്തെ ആരാധിക്കുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ്. ഇന്ന് പല യുവജനങ്ങൾക്കും, നമ്മൾക്ക് മുമ്പിലുള്ള ജനറേഷൻ അവർക്കറിയാമായിരുന്നു, പക്ഷേ അവിടെ ഈ ജനറേഷൻ ടു ജനറേഷൻ ഇത് പാസ് ഓൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള ക്രൈസ്തവ ചിന്താഗതി പലപ്പോഴും അടുത്ത ജനറേഷനിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇനിയൊരു 4th ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും ഒരു
ക്രിസ്തീയ ചിന്താഗതി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകാം. സോ ഞങ്ങൾ കുറച്ച് പേരെ ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം ഇതാണ്. വി വോണ്ട് ടു ഇൻഫ്ലുവൻസ് അവർ ജനറേഷൻ ടു ലേൺ മോർ, ടു ലേൺ ദ വേർഡ്, ടു ലവ് ഗോഡ് ത്രൂ ഹിസ് വേർഡ് ആൻഡ് ടു ലവ് ഗോഡ് നോയിങ് ദ വേർഡ് ത്രൂ മ്യൂസിക്. ഇതാണ് ഞങ്ങൾ കുറച്ച് പേര് ആഗ്രഹിക്കുന്ന സാധനം. പക്ഷെ ദൈവം സഹായിക്കാതെ ഇതിനൊന്നും സാധ്യമല്ല. ഞങ്ങളെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഞാൻ വചനത്തെ പറ്റി ഇത്രയും ഫോക്കസ് ചെയ്ത് പറയാൻ കാര്യം, വചനമില്ലാതെ ഒന്നുമില്ല. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയില്ല. വചനമാണെല്ലാം. ഈ വചനമാണ് എന്നെ രക്ഷിച്ചത്, രക്ഷയിലേക്ക് എന്നെ നടത്തിക്കൊണ്ടുവന്ന വചനമാണ്. അപ്പോൾ സൈമൺ സാർ എഴുതിയ പോലെ, തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊൽത്തോഴ, നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. അപ്പം എനിക്ക് പഴയ പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ബാൻഡ് വൈസ് പോകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ശ്രമിക്കുന്ന പഴയ പാട്ടുകൾ പാടാൻ. പല നല്ല നല്ല പാട്ടുകളും ഇന്നത്തെ എൻ്റെ ജനറേഷൻ അറിയത്തില്ല. സോ വി ആർ ട്രൈങ് ടു പ്രിസർവ് ദീസ് സോങ്സ്, കീപ്പിംഗ് ദ ഓണർ ഓഫ് ദോസ് സോങ്സ്, preserve it and hand it over to the next generation. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ പാടാൻ ആഗ്രഹിക്കുകയാണ്. തേനിലും മധുരം വേദമല്ലാതെ നേതുണ്ട് ചൊൽത്തോടെ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊൽത്തോഴ, സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ, ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ, രഞ്ജിത വചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. തേനോടു തേൻ കൂടത്തിലെ നൽതെളി തേനിതിനു സമമോ തോഴ, ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ. തേനോടു തേൻ കൂടത്തിലെ നൽതെളി തേനിതിനു സമമോ തോഴ, തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ.
ജഗതിയിൽ ജനങ്ങൾ അതിശുഭമരുളിയിടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതുതാൻ നൂനം ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ അതിശുഭമരുളിയിടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതുതാൻ നൂനം ഗമ പര പാമഗരി ഗമ പമഗരി സരി ഗമ ഗരി സനി പസ പനിസ നിസരി സരി ഗരി ഗമ സനി ദ പമഗരി സരി ഗമ പ ഗമ പമഗരി സരി ഗമ പ പന പമ പമ ഗമ ഗമ പ സരി ഗമ പ സനി ദ ഗമ പ ഗമ പ രി ഗമ സരി ഗ നിദരി പനിദ നിദരി നിദരി സരി ഗ രി ഗമ ഗമ പ മന പ ഗ പ മരി മഗ സഗരി നിദരി പദനി പനി ദരി ദരി സദ ഗരി ഗമ പ നിദര ദരി സ സ രി ഗ രി 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 ഗമ രി ഗ പ പ പ സനി ദ ഗ പ പ സന പ മഗ പ സന പ മഗ ര പ മഗരി മഗരി സനി തേനിലും മധുരം വേദമല്ലാതിന്നേ തുണ്ട് ചൊൽ തോഴാ സശ്രദ്ധമിതിയിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ തേനിലും മധുരം വേദമല്ലാതിന്നേ തുണ്ട് ചൊല്ലോഴ സശ്രദ്ധമിതിയിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ താങ്ക് യു സോ മച്ച് ഇമ്മാൻ. ഡോക്ടർ, ഞങ്ങളുടെ ഇന്ന് കുടുംബസംഗമമാണ്. ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് ഇമ്മാനുവലിൻ്റെ കൂടെ ഇങ്ങനൊരു കുറച്ച് സമയം കിട്ടിയതിൽ. കാരണം ഒരു കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പല സമയങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് ഉറപ്പാണ് ഇത് ഒത്തിരി പേര് കാണുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് കാണുന്നുണ്ടാവും, മ്യൂസീഷ്യൻസ് കാണുന്നുണ്ടാവും. ഏറ്റവും ഞാൻ ഇമ്മാനുവലിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ക്വാളിറ്റി സിംഗിങ് ആണ്. അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷനാണ്. ഒരിക്കലും നമ്മുടെ മ്യൂസിക് ഒരിക്കലും ഒരു കുറഞ്ഞ മ്യൂസിക് അല്ല. അത് ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണെന്ന് പ്രസൻറ്റ് ചെയ്യുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും മുഖാന്തരമാക്കി ഇടയാക്കട്ടെ എന്നുള്ള അതിനൊരു മാതൃകയാക്കി ഇമ്മാനുവലിൻ്റെ ഡെഡിക്കേഷൻ, ആ ബാൻഡിൻ്റെ ഡെഡിക്കേഷനെ ദൈവം നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഫോർ ദ ഫ്രണ്ട്സ് എന്ന ആൽബത്തിൽ കുറേ യങ്സ്റ്റേഴ്സാണ് അതിനകത്ത് വർക്ക് ചെയ്യാനിടയായിത്തീരുന്നു. ഓഫ് കോഴ്സ് ഇമ്മാനുവൽ അതിനകത്ത് എനിക്ക് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട്. അതിനകത്തൊരു സോങ് ഇപ്പോൾ ഞാൻ ഒന്ന് പാടാൻ ആഗ്രഹിക്കുക. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ആരുള്ളൂ. ആ സോങ്ങിൻ്റെ തീം ഇതാണ്, നമ്മൾ സേവിക്കുന്ന ദൈവം, ആ ദൈവത്തെ പോലെ വേറൊരു ദൈവം ആരുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ അറിഞ്ഞ നമ്മളെപ്പോലെ ഭാഗ്യം വേറെ ആർക്കുമില്ല. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തീയ ജീവിതം ജയത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇത് റിജോയ്സ് ചെയ്യാനും പാടാനും ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. പാടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, കർത്താവ് അനുവദിച്ചാൽ സെലക്ട് ചെയ്ത കുറച്ച് സോങ്സ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കർത്താവ് കൃപ വന്നു. ഒരു പ്യുവർ ഹിന്ദി ആൽബം കർത്താവ് അനുവദിച്ചാൽ അത് വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് കാണുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇമ്മാനുവൽ അതിനകത്ത് ഒരു മെയിൻ പാർട്ടാണ് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ്. വേറൊരു റോളിൽ നിങ്ങൾക്ക് ഇമ്മാനുവലിനെ അത് കാണാനായിട്ട് കഴിയും. ഹാപ്പി ടു അനൗൺസ് ദാറ്റ്. എങ്കിലും നമുക്കിപ്പോൾ ഈ സോങ് ലിസൺ ചെയ്യാം. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ആരുള്ളൂ.
ഭാഗ്യമാർക്കുള്ളൂ. നമ്മുടെ ദൈവത്തെ പോൽ വേറൊരു ദൈവം ആരുള്ളൂ? അവനെ അറിഞ്ഞ നമ്മെ പോലെ ഭാഗ്യമാർക്കുള്ളൂ. ഏക സത്യ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാം, ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ഏക സത്യ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാം, ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. കരുണയുള്ളോൻ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. കരുണയുള്ളോൻ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. ഈ പാഴ്മരുഭൂവിൽ വാളിനു തെറ്റിയൊഴിഞ്ഞവർ നമ്മൾ, കുഞ്ഞാടിന്റെ തങ്കനിണത്തിൽ മറഞ്ഞവർ നമ്മൾ. ഈ പാഴ്മരുഭൂവിൽ വാളിനു തെറ്റിയൊഴിഞ്ഞവർ നമ്മൾ, കുഞ്ഞാടിന്റെ തങ്കനിണത്തിൽ മറഞ്ഞവർ നമ്മൾ. പാപച്ചങ്ങല പൊട്ടിപ്പോയി, മരണത്തിൻ വിധി മാറിപ്പോയി. പാപച്ചങ്ങല പൊട്ടിപ്പോയി, മരണത്തിൻ വിധി മാറിപ്പോയി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സാത്താൻ തലയും തകർന്നു പോയി. കരുണയുള്ളോനെ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. കരുണയുള്ളോനെ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. രാജപുരോഹിത ഗണമായി നമ്മെ തിരഞ്ഞെടുത്തു, വിശുദ്ധിയുള്ള സഭയായി നമ്മെ വേർതിരിച്ചു. രാജപുരോഹിത ഗണമായി നമ്മെ തിരഞ്ഞെടുത്തു, വിശുദ്ധിയുള്ള സഭയായി നമ്മെ വേർതിരിച്ചു. ആത്മഫലങ്ങൾ കായ്ക്കട്ടെ, കൃപാവരങ്ങൾ കത്തട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, യേശുവിൻ നാമം. ആത്മഫലങ്ങൾ കായ്ക്കട്ടെ, കൃപാവരങ്ങൾ കത്തട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, യേശുവിൻ നാമം ഉയരട്ടെ. കരുണയുള്ളോൻ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. കരുണയുള്ളോൻ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ, എൻ ദൈവമേ ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രത്യാശയോടെ നമുക്ക് അവസാന വരികൾ ചേർന്നത്. കർത്തൻ തന്നുടെ കാഹളനാദം കേൾക്കാറായേ, കാന്തയം നമ്മൾ വിൺകൂടാരം പൂകാറായേ. കർത്തൻ തന്നുടെ കാഹളനാദം കേൾക്കാറായേ, കാന്തയം നമ്മൾ വിൺകൂടാരം പൂകാറായേ. ദുഃഖം നിലവിളി മാറിപ്പോം, കണ്ണീരെല്ലാം നീങ്ങിപ്പോം, നിത്യാനന്ദം പ്രാപിച്ചോർ യേശുവിൻ കൂടെ വാണിടും. ദുഃഖം നിലവിളി മാറിപ്പോം, കണ്ണീരെല്ലാം നീങ്ങിപ്പോം, നിത്യാനന്ദം പ്രാപിച്ചോർ യേശുവിൻ കൂടെ വാണിടും. കരുണയുള്ളോൻ ഹല്ലേലൂയ, വിശ്വസ്തനേ ഹല്ലേലൂയ. കരുണയുള്ളോൻ, കരുണയുള്ളോൻ
ഹല്ലേലൂയ. വിശ്വസ്തനെ വിശ്വസ്തനെ ഹല്ലേലൂയ. പരിശുദ്ധനെ പരിശുദ്ധനെ ഹല്ലേലൂയ. എൻ്റെ ദൈവമേ എൻ ദൈവമേ ഹല്ലേലൂയ. പരിശുദ്ധനെ പരിശുദ്ധനെ ഹല്ലേലൂയ. എൻ ദൈവമേ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോൽ വേറൊരു ദൈവം ആരുള്ളൂ? അവനെ അറിഞ്ഞ നമ്മെ പോലെ ഭാഗ്യമാർക്കുള്ളൂ. നമ്മുടെ ദൈവത്തെ പോൽ വേറൊരു ദൈവം ആരുള്ളൂ? അവനെ അറിഞ്ഞ നമ്മെ പോലെ ഭാഗ്യമാർക്കുള്ളൂ. ഏക സത്യ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാം. ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ഏക സത്യ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാം. ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. കരുണയുള്ളോനെ ഹല്ലേലൂയ. വിശ്വസ്തനെ ഹല്ലേലൂയ. കരുണയുള്ളോനെ ഹല്ലേലൂയ. വിശ്വസ്തനെ ഹല്ലേലൂയ. പരിശുദ്ധനെ ഹല്ലേലൂയ. എൻ ദൈവമേ ഹല്ലേലൂയ. പരിശുദ്ധനെ ഹല്ലേലൂയ. എൻ ദൈവമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഡോക്ടറിൻ്റെ കുടുംബജീവിതത്തിൽ ബിൻസി സിസ്റ്ററും പിന്നെ മിഷലും എങ്ങനെ ഇരിക്കുന്നു? അവർ താങ്കളുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ പ്രയോജനമാകുന്നു? 2 വാക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? കർത്താവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കുടുംബം, ഞാൻ നേരത്തെ പപ്പയുടെ കാര്യം പറഞ്ഞു. മമ്മി ഇപ്പോൾ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. എനിക്ക് സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ 4 എൽഡർ ബ്രദേഴ്സ്, അവരെന്നെ ശുശ്രൂഷ വളരെ സപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഡോക്ടർ ബിൻസി, എനിക്ക് ദൈവം 2 തലമുറയെ ദാനമായിട്ട് തന്നു. മൂത്ത മോളാണ് മിഷേൽ, ഇപ്പോൾ 2.5 വയസ്സായി. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മോനെയും കൂടെ ദൈവം ദാനമായിട്ട് തന്നു, ഗബ്രിയേൽ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രത്യേകം ഓർക്കണം. താങ്ക് യു. ഇമ്മാനുവലിന് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പ്രത്യേകം തിളക്കം കാണുന്നുണ്ട് മുഖത്ത്, ചിരിയിൽ. ഞാൻ ബേസിക്കലി എൻ്റെ നാട് സ്വദേശം ട്രിവാൻഡ്രമാണ്. എൻ്റെ പപ്പ സൗദിയിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അമ്മയും അനിയത്തിയും പിന്നെ പപ്പയുടെ അമ്മ, പപ്പയുടെ സഹോദരൻ്റെ ഫാമിലി, ഞങ്ങളെല്ലാവരും ഒരു കൂട്ടുകുടുംബം ഫോർമാറ്റിലാണ് തിരുവനന്തപുരത്ത്. പക്ഷെ ഞാൻ ഇപ്പോൾ 6 മാസമായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ ആയാലും വർക്കിൻ്റെയൊക്കെ ഒരു എളുപ്പത്തിന്, ട്രാവലിങ്ങിന് എളുപ്പത്തിന് ഞാൻ കൊച്ചിയിൽ വന്ന് താമസിക്കുകയാണ്. തിളക്കം എന്ന് പറയാൻ കാര്യം ശരിയാണ്, ഒരു ദൈവം എൻ്റെ ജീവിതത്തിലെ അടുത്തൊരു സ്റ്റെപ്പിനുള്ള വഴികളൊക്കെയും ഈ വർഷം തുറക്കുന്നു. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സമയത്ത്, അതെല്ലാം തക്ക സമയത്തിന് അവൻ്റെ ആലോചന പ്രകാരം നടക്കും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. നന്ദി. ഞങ്ങളുടെ ദൈവത്തെ അറിയത്തുള്ളൂ, ഞങ്ങൾക്കറിയത്തില്ല. തിരക്കേറിയ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ അല്പം സമയം ചെലവഴിക്കാൻ അങ്ങ് കാണിച്ച ഉദാര മനസ്കതയ്ക്ക് വളരെയധികം നന്ദി. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു നല്ല നിമിഷങ്ങളായിരിക്കും ഇത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. താങ്ക് യു. നിങ്ങളുടെ അടുത്ത എഫേർട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്കറിയാം, ഇപ്പോൾ ഇത് കാണുന്നവരറിയുക ഇത് ഉച്ച സമയമാണ്. ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ പ്രത്യേകം മാറ്റിയെടുത്തതിൽ നിങ്ങളുടെ അടുത്ത എഫേർട്ടിന് നന്ദി. ഇതൊരു ഇൻ്റർവ്യൂ അല്ലാതെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനും ഒരുമിച്ച് പാടാനും വർഷിപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾ കാണിച്ച ഉത്സാഹത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള എല്ലാ കൂട്ടായ്മകളെയും ദൈവം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തിപരമായ ശുശ്രൂഷകളെ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ബ്ലസഞ്ചാൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുക എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡയറക്റ്റ് വേർഡ് എന്നുള്ള ഇൻസ്ക്രിപ്ഷൻസ് തന്നെയാണ് പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ദൈവിക ശക്തി ഉള്ള ഗാനങ്ങളാണ് അവയൊക്കെയും. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ
പഠിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടായി. പിന്നെ ഈ ഒരു കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ഇൻ്റർവ്യൂ ഫോർമാറ്റിൽ തുടങ്ങി അത് ശരിക്കും ദൈവത്തിന് പ്രശംസ, അവന് പുകഴ്ച ലഭിക്കുമാറായ ഒരു പ്രോഗ്രാമാണ് ഇന്ന് നടന്നത് ഇവിടെ. അതിലൊത്തിരി സന്തോഷം. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാം സ്റ്റാർ സിംഗറിനോട് അനുബന്ധിച്ച് നടത്തിയതാണ്. ഈ സെക്കുലറിൽ നിന്ന് വിട്ട് ഗോസ്പൽ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ പോലെ എന്തെങ്കിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് പറയുന്നൊരു സ്ഥിരം ഡയലോഗുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുക ISS സ്പേസ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നത്, നേരത്തെ ബസഞ്ചാൻ പറഞ്ഞ കണക്ക്, ഞങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്. ഞങ്ങൾ പലയിടത്തും പോകുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധുമത്താദികളും സ്നേഹിതരും ഫാമിലി എല്ലാവരെയും, അവരെല്ലാം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരിക്കാം, ഞങ്ങളും പല സ്ഥലങ്ങളിലായിരിക്കാം. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്ക് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ, അതും ദൈവം അവൻ്റെ ദൈവിക ആലോചനത്തിന് നടത്താൻ അതിന് ദൈവത്തിൻ്റെ സഹായം തീർച്ചയായും ആവശ്യമാണ്. അവൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ രീതിയിലും ദൈവം ഞങ്ങളെ തുണയ്ക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. എന്നെയും എൻ്റെ ബാൻഡിനെയും ബ്ലസഞ്ചാനെയും ഒക്കെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.